അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് റൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് മുമ്പേ ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഏതായാലും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഫുൾ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിനെക്കാട്ടി മുമ്പേ നിങ്ങൾ വിചാരിക്കേണ്ട അപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പം ഇത് എൻ്റെ ഒരു ഡ്രീമാണ്, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു പോളി ഹൗസ്. അതായത് എൻ്റെ വീട്ടിൽ ഞാനൊരു പോളി ഹൗസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ട്. അത് ശരിക്കും എൻ്റെ ഒരു ഡ്രീമാണെന്ന് വേണം. എത്രയോ കാലമായി ഞാൻ വിചാരിക്കണം ഇങ്ങനെയൊരു സംഭവം വേണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിങ്ങും, എത്ര രൂപ ചിലവായി. പിന്നെ പ്ലാന്റ്സ് ഒന്നും ഫുള്ളി അറേഞ്ച് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഞാൻ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓർക്കിഡ്സും അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ വരുന്നുണ്ട്. പിന്നെ വേറെ ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഒരു ചെറിയൊരു കാര്യം പറയട്ടെ കേട്ടോ, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. വേറെ ഒന്നുമല്ല, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. ക്രാഫ്റ്റ് എന്നാണ് ആ ഒരു പേജിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയൊരു പേജാണ്. കുറേ മുമ്പേ കേട്ടോ, നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിനെക്കാട്ടി കുറേ മുമ്പേ. അപ്പോൾ ആ ഒരു പേജ് ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട്, ഗാർഡനിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേജൊന്നുമല്ല, പാക്കേജിങ് ഐറ്റംസ് ആണ് കൂടുതലായിട്ടുള്ളത്. അതായത് ബോക്സുകൾ, ടാഗുകൾ, സ്റ്റിക്കേഴ്സ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കുഞ്ഞു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ടൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തരും. പല സൈസിലുള്ള ബോക്സുകൾ, പിന്നെ അതിൻ്റെ മേലെ ഒട്ടിക്കാൻ പറ്റുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എഡിസിവ് ടേപ്സ്, പിന്നെ എന്തെങ്കിലും ഇനോഗ്രേഷൻ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ബോക്സുകളും അതിൻ്റെ മേലെ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ്, ലേബിൾസ്, ടാഗ്സ്, ബിസിനസ് കാർഡ്സ്, റിബൺസ്, പിന്നെ ലെതർ ടാഗ്സ്, കസ്റ്റമൈസ് ചെയ്ത് തരും, സ്ക്രഞ്ചി ടാഗ്സ്, താങ്ക് യു കാർഡ്സ്, ഇതൊക്കെ ചെയ്ത് കൊടുക്കും. ലോഗോ, QR സ്റ്റിക്കേഴ്സും ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കയറി ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളൊന്ന് കയറി ജസ്റ്റ് ഒരു ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആർക്കും അത് ഹെൽപ്ഫുൾ എല്ലാം തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ മറക്കാതെ അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ കമ്പ് സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ സാധാരണ ഒരു സിംഗിൾ പെറ്റലിൻ്റെ കമ്പാണ് ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തൊരു ചെടിയാണ് ഉണ്ടായാൽ ആ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒരിക്കലും താഴെ വെച്ച് കട്ട് ചെയ്യരുത്. ലെങ്ത്ത് എത്രയായാലും കുഴപ്പമില്ല, പക്ഷേ തിക്നെസ് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഇനി നമ്മൾ നല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കത്തിയായിരിക്കണം, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കത്തിയായിരിക്കണം. പിന്നെ ഈ ഒരു മുറി വന്ന ഭാഗത്ത് നമുക്ക് മെഴുകുതിരി ഉറ്റിക്കാം. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ആൻറ്റി ഫംഗൽ പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആവാൻ അനുവദിക്കുക. അതിൻ്റെ മേലെ വെള്ളം വീഴരുത്. എന്താ വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് അത് പ്രത്യേകം പറയുന്നത്. ഇനി ഈ കമ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഇലകളുണ്ടല്ലോ, ആ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. എന്താ വെച്ചാൽ ആ ചെടിക്ക് സ്ട്രെയിൻ വരാതിരിക്കണം. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ താൻ അത് കൊഴിഞ്ഞു പോകും. അതിൽ നല്ലത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് റൂട്ടിംഗ് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ ഇല ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ആൻറ്റി ഫംഗൽ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെന്തിനാ ചേച്ചാൽ റൂട്ടിംഗ് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ കമ്പുകൾ ഇതിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അതിനെ എടുത്ത് മാറ്റി നന്നായിട്ട് ഡ്രൈ ആവാൻ അനുവദിക്കുക. ഇനിയിപ്പോൾ ഒരു 5-6 ദിവസം ഡ്രൈ ആവാൻ അനുവദിച്ചിട്ട് മാറ്റിയാലും മതി കേട്ടോ. മണ്ണിലേക്ക് നമ്മൾ ഇറക്കി വെച്ചാൽ മതി. അപ്പം ഞാൻ പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം ഇങ്ങനെ ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ മണൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് മണൽ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മൾ വെള്ളം കൊടുക്കുന്ന കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ദിവസം കയറി വെള്ളം ഒഴിക്കരുത്. അങ്ങനെ കയറി വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. എൻ്റെ ഒരു പ്ലാന്റ് ചീഞ്ഞു പോയിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അതിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും നല്ലത് വെറും മണലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗാർഡൻ സോയിലോ ചെയ്താൽ മതി. ചകിരിച്ചോറും ചാണകവും ഉപയോഗിക്കണമെന്നില്ല. ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൊടുക്കുന്ന ടൈമിങ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതാ നമ്മളെ കമ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. നല്ല ഷെയ്ഡുള്ളൊരു സ്ഥലത്ത് കുറച്ച് ദിവസം വെക്കുക. ചെടി കുറച്ച് ദിവസം, അതായത് 1-2 മാസം കഴിഞ്ഞാൽ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളെടുത്ത് മാറ്റിയിട്ട് വേറൊരു ചട്ടിയിലേക്ക് റീപോട്ട് ചെയ്താൽ മതി. നമ്മളിതാ നട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും അത് വളവൊക്കെ നോക്കി വെച്ചോളൂ. ഇതേ പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇനി കയറി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് അതായത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഷെയ്ഡിൽ മാത്രം വയ്ക്കുക. പിന്നെ ഷെയ്ഡുള്ള ഒരു ഏരിയയിൽ നമ്മൾ വെക്കുമെന്ന് പറഞ്ഞില്ല, കറക്റ്റായിട്ട് പ്ലാന്റ് ഫിക്സ് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ പ്ലാന്റ് വീണ് പോകാനോ അല്ലെങ്കിൽ ഇളകി പോകാനോ ഒന്നും പാടില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ 3 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോയിൽ ചെയ്ത ആ ഒരു സംഭവം അനക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇത് ചെയ്യണം കുറേ കാലങ്ങളായി വിചാരിക്കുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ ഇതിന് ചെയ്യാനുള്ളൊരു യോഗ ആയിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും വിചാരിച്ചു ഞാൻ ഇത് ചെയ്യാം. അപ്പോൾ 2 പ്ലാന്റ്സും വെൽ റൂട്ടഡ് ആണ്.
പക്ഷേ വേറൊരു പ്ലാന്റ് ചീഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ ആരാണ്? ഞാൻ തന്നെയാണ്. കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കെട്ടിക്കിടന്നിട്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം പോയി ഒഴിച്ചു. പക്ഷെ ഇതെന്തോ ഭാഗ്യത്തിന് ചീഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇത് ഒന്ന് ടയർ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് റൂട്ട് വന്നിട്ടുണ്ടോന്ന്. അത്യാവശ്യം നല്ല പ്രായമുണ്ട്, കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഞാനിത്. അപ്പം ഇത് നോക്കിക്കേ, ഇപ്പോഴേ പുറത്തേക്കൊക്കെ റൂട്ട്സ് വന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ സീഡ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുണ്ടല്ലോ, അതിൻ്റെ പോലെ ഭംഗി ഉണ്ടാവില്ല ഇതിൻ്റെ കോഡെക്സ്. അഡീനിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗി അതിൻ്റെ കോഡെക്സ് ആണ്. അപ്പോൾ അതുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് കുറേ പേർക്ക് ഒരു സംശയമാണ്, ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പോൾ ഏതായാലും മണ്ണൊക്കെ ഇവിടെ തന്നെ ആയിക്കോട്ടെ, ഞാൻ പിന്നെ കളക്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് വെൽ റൂട്ടഡ് ആയിട്ട് വന്ന്. അപ്പം വളരെ മനോഹരമായിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് പെട്ടെന്നൊന്നും ഇത്ര പെട്ടെന്ന് റൂട്ട്സ് വരില്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കും. റൂട്ട് പെട്ടെന്ന് വരും, പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും പ്ലാന്റ്. പക്ഷെ ഇത്ര വലിയ റൂട്ട്സ് വരണമെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ വെക്കണം. അപ്പം ഒരു 1-2 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ ചെടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇത് വേണ്ട, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, എന്ത് മനോഹരമാണ് നോക്കിക്കേ. പക്ഷേ നമ്മൾ ആദ്യത്തെ നമ്മൾ അഡീനിയം പ്ലാന്റ്സിന്റെ ആ ഭംഗി ഉണ്ടാവില്ല. ആ കോഡെക്സ് അതാണല്ലോ ഒരു അഡീനിയം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോഡെക്സ് ആണല്ലോ അതിന്റെ ഭംഗി. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ഭംഗി ഉണ്ടാവും. വലിയ കോഡെക്സ് ആയിട്ടുള്ള ഒരു അറാബിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ജസ്റ്റ് റീപോർട്ട് ചെയ്ത് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഇതും കൂടിയും ഒന്ന് ടയർ ചെയ്യാം. ഇലകൾ ഇത് ഓൾറെഡി ഇലകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ദാ ഇപ്പം ഈ ഒരു 2 ഇലയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം ഇതും സെയിം പോലെ തന്നെ നന്നായിട്ട് റൂട്ടഡ് ആയിട്ടുണ്ട്. സെയിം ടൈമിൽ വെച്ച പ്ലാന്റ് ആണ് കേട്ടോ. ഒരേ സമയം അതിൽ ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്ന്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഭംഗി മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മൾ അറാബിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷൻ. അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റീപോർട്ട് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതിന്റെ കോഡെക്സ് നോക്കിക്കാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. വളരെ മനോഹരമാണ് ഈ ഒരു വെറൈറ്റി. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.